ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഫുജിഷ്ക ERPയിൽ ഒരു സപ്ലയറിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സോ ആദ്യം തന്നെ മാസ്റ്റർ മൊഡ്യൂളിൽ വരിക. ഇതിൽ നമുക്ക് ലെഡ്ജർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. ആൻഡ് ഇവിടെ നമുക്ക് സപ്ലയർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. സോ ഓൾറെഡി നമുക്ക് ഇമ്പോർട്ട് സപ്ലയർ എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിന് നമുക്ക് ഡാറ്റ കംപ്ലീറ്റ് ആയിട്ട് ഇതിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റും. അതിന് നമുക്ക് സാമ്പിൾ എക്സൽ ഫോർമാറ്റ് ഈ ഒരു ബ്ലൂ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അവൈലബിൾ ആയിരിക്കും. അതല്ല നമുക്ക് പുതിയൊരു സപ്ലയറിനെ ക്രിയേറ്റ് ചെയ്യാനാണെങ്കിൽ ഇവിടെ ക്രിയേറ്റ് സപ്ലയറിൽ പോവാം. അതിനുശേഷം നമ്മൾ ഇവിടുന്ന് നെയിമും കാര്യങ്ങളൊന്ന് എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഏരിയാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അറബിക് നെയിമാണ്. അതുപോലെ തന്നെ സപ്ലയറിൻ്റെ കോഡ് ഉണ്ടെങ്കിൽ നമുക്ക് അതൊന്ന് പ്രൊവൈഡ് ചെയ്യാം. ഇവിടുന്ന് ഫോൺ നമ്പർ, മൊബൈൽ, ഇമെയിൽ, അതുപോലെ തന്നെ കോൺടാക്ട് പേഴ്സണിൻ്റെ ഡീറ്റെയിൽസ്, പിന്നെ ഫാക്സ്, വാറ്റ് രജിസ്ട്രേഷൻ നമ്പർ, പിന്നെ നോട്ട്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അത് ആഡ് ചെയ്യാം. പിന്നെ നമുക്ക് താഴെ കാണാം സേവ് ആസ് ബോത്ത് കസ്റ്റമർ ആൻഡ് സപ്ലയർ എന്നുള്ള ഓപ്ഷൻ. ഇത് ടിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സപ്ലയറിനെ നമ്മൾ കസ്റ്റമർ ആയിട്ടും സേവ് ചെയ്യും, അതുപോലെ തന്നെ സപ്ലയർ ആയിട്ടും സേവ് ആയിക്കോളും. ഓക്കെ, അതിനുശേഷം നമുക്കിവിടെ അഡ്രസ്സ് കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതിനുശേഷം നമുക്ക് സ്റ്റേറ്റ് ഏതാണോ അതും കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുക. നമ്മൾ കൺട്രി പ്രൊവൈഡ് ചെയ്യുക. അതിനുശേഷം നമ്മൾ സെറ്റിങ്സിൽ പോയിട്ട് നമുക്കിവിടെ ഡ്യൂ ഡേയ്സ് എത്ര ഉണ്ടോ അത് കൊടുക്കാം. നമുക്ക് ഓപ്പണിംഗ് ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പ്രൊവൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി നമുക്കിവിടെ ഡീഫോൾട്ട് കറൻസി എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഇൻ്റർനാഷണൽ പർച്ചേസും കാര്യങ്ങളും ചെയ്യുമ്പോൾ നമുക്കിവിടെ കറൻസി സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. സോ നമുക്കിവിടെ ഇനി മോർ കറൻസീസ് ഉണ്ടെങ്കിൽ നമുക്കത് ഇവിടുന്ന് ആഡ് ചെയ്യാം. ഓൾറെഡി ആഡ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ഇപ്പോൾ നമുക്കിവിടെ ലിസ്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത്. അതിനുശേഷം നമുക്കിവിടെ ഇൻ്റർ ബ്രാഞ്ച് സപ്ലയർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ കൂടെ കാണാം. ഇപ്പോൾ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ബ്രാഞ്ചസ് ഉണ്ടെങ്കിൽ എല്ലാ ബ്രാഞ്ചസിലും ഈ ഒരു സപ്ലയറിനെ കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇൻ്റർ ബ്രാഞ്ച് സപ്ലയർ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ടിക്ക് ചെയ്യുക. അപ്പോൾ ബാക്കിയുള്ള ബ്രാഞ്ചസിലും നിങ്ങൾക്ക് ഇതേ സപ്ലയറിന് അവൈലബിൾ ആയിരിക്കും. അതിനുശേഷം നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യാം. സോ ഈ ഒരു സപ്ലയർ നമ്മുടെ ലിസ്റ്റിലേക്ക് ഇപ്പോൾ ആഡ് ആയിട്ടുണ്ട്. സോ ഇത്രയാണ് നമ്മുടെ സപ്ലയറിൻ്റെ ക്രിയേഷനിൽ വരുന്നത്.